ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാവുന്നത്. കുറച്ചുകൂടി വിശദമാക്കി പറഞ്ഞാൽ, ഓൺലൈൻ ക്ലാസ്സുകളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഓൺലൈൻ മേളകൾ, കുട്ടികളുടെ കഴിവുകൾ നാം ഓൺലൈനിലൂടെ തന്നെ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട് സ്കൂളുകളിൽ. ഇപ്രകാരം മത്സരങ്ങൾ നടത്തിയതിനു ശേഷം നാം സാധാരണ രീതിയിൽ അവർക്ക് സർട്ടിഫിക്കറ്റുകളും റിവാർഡുകളും നൽകാറുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കുട്ടികൾക്ക് അവരുടെ കോമ്പറ്റീഷന് ശേഷം ഓൺലൈനായി നടത്തുന്ന മത്സരങ്ങൾക്കൊക്കെ ശേഷം കുട്ടികൾക്കൊരു സർട്ടിഫിക്കറ്റുകൾ നൽകാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്രകാരം നമുക്ക് ഒരു ഡിജിറ്റലായി ഒരു സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റൻ്റായി ക്രിയേറ്റ് ചെയ്യുകയും അതപ്പോൾ തന്നെ കുട്ടികൾക്ക് വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ ഡിജിറ്റലായിട്ട് തന്നെ അവർക്ക് എങ്ങനെ സെൻഡ് ചെയ്യാമെന്നാണ് നാം ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ ടോപ്പിക് നമ്മുടെ ഗ്രൂപ്പിലെ ഒരുപാട് അധ്യാപികമാരും സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഓരോരുത്തരുടെയും സ്കൂളുകളിൽ നിരവധി മത്സരങ്ങൾ ഓൺലൈനായി നടത്തിയതിനു ശേഷം അവർക്ക് എപ്രകാരം ആ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റലായിട്ട് സർട്ടിഫിക്കറ്റുകൾ നൽകാം, അപ്പോൾ അതിൻ്റെ ഭാഗമായി എപ്രകാരം ഇൻസ്റ്റൻ്റായിട്ട് സർട്ടിഫിക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്ത ഒരു ആശയമാണ് പല അധ്യാപകരും ഷെയർ ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ട്യൂട്ടോറിയൽ നമ്മളിന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നാം ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്, അത് നമ്മുടെ ലാപ്ടോപ്പിൽ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഫയർഫോഴ്സ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം നാം സെർച്ച് ഏരിയയിൽ സർട്ടിഫിക്കറ്റ് മാജിക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. പ്രസ് ചെയ്യുക. ആദ്യത്തെ സെർച്ച് റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ certificatemagik.com എന്ന സൈറ്റ് ലിസ്റ്റ് ചെയ്യുന്നതായി കാണാം. ക്ലിക്ക് ചെയ്യുക. certificatemagik.com എന്ന വെബ്സൈറ്റിൻ്റെ ഹോം സ്ക്രീനാണ് നാം ഇപ്പോൾ കാണുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്രിയേറ്റ് യുവർ സർട്ടിഫിക്കറ്റ് ഇൻ 3 ഈസി സ്റ്റെപ്സ്. അപ്പോൾ നാം ആദ്യം certificatemagik.com എന്ന ആ സൈറ്റിലെത്തി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നാം അടുത്തൊരു പേജിലേക്ക് വരും. ഇവിടെ ഒന്നാമതായി നാം ചെയ്യേണ്ടത് സെലക്ട് എ ഡിസൈൻ കാറ്റഗറി. നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ഒരു ഫോമലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണോ, നമ്മുടെ ഒരു കാറ്റഗറി ഏതാണെന്ന്, സ്പോർട്സുമായി ബന്ധപ്പെട്ടാണോ, കുട്ടികൾക്കായിട്ടുള്ളതാണോ. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കിഡ്സിൻ്റെ ഒരു കാറ്റഗറിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യം കിഡ്സിൻ്റെ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ അതിനകത്ത് രണ്ടാമത് നാം വന്നത് അതിനകത്ത് കിഡ്സിൻ്റെ കുറച്ച് ടെംപ്ലേറ്റുകൾ, അതായത് ചില മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. രണ്ടാമത്തേതിൽ നാം സെലക്ട് ചെയ്യേണ്ടത് അതിനകത്ത് ഏത് തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഫോർമാറ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, അത് സെലക്ട് ചെയ്യുക. ഞാൻ ഉദാഹരണത്തിന് ഈ ഷൈനിങ് സ്റ്റാർ അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇതാണ് സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുക. അത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മൂന്നാമതൊരു പേജിലോട്ട് വരും. അവിടെ നാം സെലക്ട് ചെയ്ത് സർട്ടിഫിക്കറ്റിൻ്റെ മോഡൽ ഇവിടെ വലതുഭാഗത്തായിട്ട് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കാണിക്കും. ഇനി നാം ടൈപ്പ് ചെയ്യുന്നത് പ്രസൻറ്റഡ് ടു. നമുക്ക് ആ പ്രസൻറ്റഡ് ടു എന്നുള്ളത് സർട്ടിഫിക്കറ്റിൽ വേണ്ട ഒരു മാറ്ററാണ്. അതിനുശേഷം റെസിപ്പൻറ്റ് നെയിം, ആർക്കാണ് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നത്, വിദ്യാർത്ഥിയുടെ പേരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഏഞ്ചൽ എന്ന് കൊടുക്കുന്നു. മൂന്നാമത് അവിടെ കിടക്കുന്നു 4. നമ്മളിവിടെ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ അതിനനുസരിച്ച് മാറ്റം വരും. പ്രസൻറ്റഡ് ടു ഏഞ്ചൽ 4 എന്ന് പറയുന്നത് നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അങ്ങനെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കുക 4. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നു സ്റ്റോറി ടെല്ലിംഗ് എന്നാണ് മത്സര ഇനം എന്താണോ അത് നമുക്ക് കൊടുക്കാം. സർട്ടിഫിക്കറ്റ് ഡേറ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നാം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിരുന്നു. ഇനി മൂന്നാമതായി ചെയ്യേണ്ടത് നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ മാറ്ററൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക എന്ന ലാസ്റ്റ് സ്റ്റെപ്പിലോട്ടാണ് നാം എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് യുവർ സർട്ടിഫിക്കറ്റ് എന്നുണ്ട്. ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡൗൺലോഡ്സിൻ്റെ വിൻഡോ ഓപ്പൺ ആകും. സേവ് ചെയ്യുന്നതിന് ചോദിക്കും. അവിടെ സേവ് ഫയൽ എന്ന് കൊടുത്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫയൽ
ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറിൽ സേവ് ആകുന്നത് നമുക്ക് കാണാം. ഇവിടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയത് നമുക്ക് പ്രോഗ്രസ് ഇവിടെ കാണാൻ പറ്റും. നമുക്കിത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ നമ്മൾ പ്ലേസസിൽ ഡൗൺലോഡ്സിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നാം ക്രിയേറ്റ് ചെയ്ത ഏറ്റവും അവസാനമായി വന്ന ഡൗൺലോഡ്സ് പരിശോധിക്കാം. ഇവിടെ കണ്ടാൽ അറിയാം സർട്ടിഫിക്കറ്റ് മാജിക് ഒരു ഫയൽ കാണാൻ സാധിക്കും. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നാം ഡിസൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ കാണിക്കാം. ഷൈനിങ് സ്റ്റാർ അവാർഡ് പ്രസൻറ്റഡ് ടു ഏഞ്ചൽ ഫോർ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത്. ഇപ്പോൾ ഇതൊരു സർട്ടിഫിക്കറ്റിൻ്റെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആയിക്കഴിഞ്ഞു. ഇപ്രകാരം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി ഇൻസ്റ്റൻ്റായിട്ട് തന്നെ വാട്സപ്പ് വഴി നമുക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും. ഇത് വളരെ എളുപ്പമുള്ള ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. എല്ലാവരും ഈ ട്യൂട്ടോറിയൽ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഈ ഒരു ആവശ്യകത എപ്പോഴാണ് ആവശ്യമായി വരുന്നതെന്ന് നമുക്കറിയില്ല. എങ്കിലും ഈ ഒരു മെത്തേഡ് ഒന്ന് പരിചയപ്പെടുക. എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.